നമസ്കാരം. പോർച്ചുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിം പുരുഷന്മാർ ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിച്ച് മതം മാറ്റുന്നുവെന്ന് ആരോപിച്ച് തീവ്ര ഹിന്ദു ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന ലവ് ജിഹാദ് എന്ന പദമാണ് ഇപ്പോൾ ഇന്ത്യയുടെ മതാന്തര ബന്ധങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. മതമല്ല, മനുഷ്യനാണ് വലുത്, സ്നേഹമാണ് സത്യമെന്ന് മനസ്സിലാക്കാതെ ലവ് ജിഹാദിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടവരും വേട്ടയാടപ്പെടുന്നവരും നിരവധിയാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ അജണ്ടയായിരുന്നു ലവ് ജിഹാദ് എന്ന വിഷയം. അതേസമയം നിർബന്ധിത മതപരിവർത്തനമോ വഞ്ചനാപരമായ വഴികളിലൂടെയുള്ള മതപരിവർത്തനമോ വർദ്ധിച്ചു വരുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 2021 മതപരിവർത്തന നിരോധന നിയമം ഉത്തർപ്രദേശ് സർക്കാർ പാസാക്കിയിരുന്നത്. ഇപ്പോഴിതാ മതപരിവർത്തന വിരുദ്ധ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ പാസാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന കർശനമായ വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർലമെന്ററി കാര്യമന്ത്രി സുരേഷ് ഖന്നയാണ് ഇത് സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനത്തിന് 10 വർഷം വരെ ശിക്ഷയും 50,000 രൂപ പിഴയുമാണ് നിലവിലെ വ്യവസ്ഥ. മാത്രമല്ല, നിയമവിരുദ്ധമായ മത പരിവർത്തനങ്ങൾക്കുള്ള ധനസഹായം കുറ്റകരമാക്കാനും കൂടി നിർദ്ദേശിക്കുന്നതാണ് UP സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ മതപരിവർത്തന നിരോധന ബിൽ എന്നതാണ് മറ്റൊരു വസ്തുത. സത്യം പറഞ്ഞാൽ ലവ് ജിഹാദും ഹലാൽ ജിഹാദും തുപ്പൽ ജിഹാദും ഒക്കെ ഉയർത്തിവിട്ടതിന് പിന്നിൽ ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള വളഞ്ഞ വഴിയാണുള്ളത്. കാരണം ഹിന്ദുക്കൾ സംഘടിതരല്ല എന്നാണ് ഈ ആശങ്കകൾക്ക് പിന്നിൽ. അവരെ ഒന്നിപ്പിക്കണമെങ്കിൽ എതിർസ്ഥാനത്ത് ഒരു ശത്രു വേണം, ഒരു അപരനെ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെൺകുട്ടികളെ പ്രണയിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശത്രു ശ്രമം നടത്തുന്നു എന്ന പ്രചരണമൊക്കെ അത്തരം വിഹുലതകളുടെ ഭാഗം മാത്രമാണ്. നായരും ഈഴവനും പുലയനും പറയനും വെള്ളാനും ആദിവാസിയും അമ്പലവാസിയും ഒക്കെയായി വിഘടിച്ചു കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള പൊറാട്ട് നാടകം മാത്രമാണ് ഇത്തരം ജിഹാദ് ആരോപണങ്ങൾ. അതിനാൽ തന്നെ പുരുഷാധിപത്യം, ബന്ധുത്വം, മതം, ജാതി, കുടുംബ ബഹുമാനം എന്നിവ സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യയുടെ വലിയ ഭാഗങ്ങളിലെല്ലാം സ്നേഹം പ്രയാസകരവും അപകടകരവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം.